ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 49. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായം ഈ തൃത്വത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അറിവുകൾ നമുക്ക് നൽകുന്നു. നോക്കൂ, 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൽ ഒന്ന്, ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെടുവാൻ താൻ ആഹ്വാനം ചെയ്യുന്നു. 2, തൻ്റെ പിന്നാലെ വരുന്ന മശിഹയെ വിശ്വസിക്കുവാനും അഡ്രസ് ചെയ്യിക്കുന്നു. 3-ാമതായി പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെക്കുറിച്ചും താൻ പറയുന്നുണ്ട്. ഇതുകൂടാതെ 21-22 വാക്യങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ സ്നാനം നാം പഠനവിധേയമാക്കേണ്ടതാണ്. അവിടെ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ കൂടി വന്ന ജനം മുഴുവൻ സ്നാനമേറ്റ് തീർന്നപ്പോൾ യേശുവും സ്നാനം സ്വീകരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് എന്ന് നേരത്തെ 1:26-27 വാക്യങ്ങളിൽ യോഹന്നാൻ പറഞ്ഞത് ആരാണെന്ന് ഇവിടെ പുരുഷാരം മനസ്സിലാക്കുവാൻ അവസരമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണവും സ്വർഗത്തു നിന്നുള്ള ശബ്ദവും ഇവ ഉണ്ടായത് മുഖാന്തരം അത് എളുപ്പമായി. യേശു സ്നാനമേറ്റത് എന്തിനാണ് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. സകല നീതിയും നിവർത്തിക്കുവാൻ എന്നാണ് യേശു അതിനു കൊടുത്ത മറുപടി. അവൻ പരിച്ഛേദനയേറ്റു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ എന്ന പദവി സ്വീകരിച്ചു. കരം കൊടുത്തു. അങ്ങനെ എല്ലാ നിലയിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ യേശു ന്യായപ്രമാണം നിവർത്തിക്കുകയായിരുന്നു. ഗലാത്യർ 4:4-5 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ അഭിഷിക്തനും രാജാവും മശിഹയുമായ യേശു പിതാവ് നൽകുന്ന അംഗീകാരം സ്വീകരിച്ച് തൻ്റെ ജനത്തിൻ്റെ മുമ്പാകെ അത് വെളിപ്പെടുത്തി കാണിക്കുകയായിരുന്നു ഇവിടെ. കൂടാതെ കാൽവരി ക്രൂശിൽ കർത്താവ് ഏൽക്കുവാൻ പോകുന്ന മഹായാഗത്തിൻ്റെ ഒരു പ്രതിരൂപമായി താൻ ഈ സ്നാനത്തിലൂടെ അഭിഷിക്തനാകുകയായിരുന്നു. നോക്കൂ, ലൂക്കോസ് 3:23 അന്ന് യേശുവിന് 30 വയസ്സായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംഖ്യാപുസ്തകം 4:3 പ്രകാരം ലേവ്യർ ശുശ്രൂഷകളിൽ പ്രവേശിക്കുന്നതും 30-ാം വയസ്സിലായിരുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നതിനാൽ ഇവിടെ കർത്താവ് മുഴുവൻ സ്നാനത്തിൽ കൂടി സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് 16-ാമത്തെ വാക്യം. അഗ്നി, പ്രാവ്, മനുഷ്യൻ എന്നിങ്ങനെ ഏതു രൂപവും പ്രാപിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവിക ആളത്വമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ പ്രാവ് രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ലൂക്കോസ് എഴുതുമ്പോൾ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കാണുക. അത് ഒരു മാലാഖയുടെ രൂപമായിരുന്നോ അതോ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു ആൾ രൂപമായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രാവെന്ന പോലെ എന്ന പ്രയോഗത്തിൽ നിന്നും പ്രാവിൻ്റെ രൂപമായിരുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. എങ്കിലും ലൂക്കോസിൻ്റെ എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യരൂപത്തിൽ സൗമ്യമായും ശാന്തമായും ഒരു പ്രാവ് പറന്ന് വന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ മേൽ ആവസിച്ചു എന്ന് മനസ്സിലാക്കുന്നതാണ് യുക്തിക്ക് യുക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുകൂടി നോക്കൂ. അത് താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോഴും ഇപ്പോൾ ഇവിടെ കേട്ടതുപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം മുഴങ്ങി. ഈ ശബ്ദം താൻ ദൈവപുത്രനാണെന്നുള്ള പദവി ബാഹ്യമായി മറ്റുള്ളവരുടെ മുമ്പാകെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് ഈ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ലൂക്കോസ് 3:22 നീ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരണം കാണിച്ചപ്പോൾ പിതാവ് പുത്രനോട് പറയുന്ന നിലയിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായി രേഖപ്പെടുത്തുന്നത് കൂടി വന്ന ജനത്തോടും യോഹന്നാനോടും ഉള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന നിലയിലാണ്. അതുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു. ഇങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഒരേ നിലയിൽ നാം ഇവിടെ ദർശിക്കുന്നു.
തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.